السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വൻപാപങ്ങളെക്കുറിച്ച് 31 അധ്യായങ്ങളാണ് ഇതുവരെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാ, 32ാമത്തെ അധ്യായമായി ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ബാബുൻ ദിക്റുർ റൈബി. അർ-റൈബ് എന്ന് പറഞ്ഞാൽ സംശയം, സംശയവുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്ന അധ്യായം. സഹോദരങ്ങളെ, അർ-റൈബ് എന്ന് പറഞ്ഞാൽ അശക്ക്, സംശയം, അഥവാ ദിദ്ദുൽ യഖീൻ, യഖീനിൻ്റെ ഉറച്ച ദൃഢവിശ്വാസത്തിൻ്റെ നേർ വിപരീതമാണ് അർ-റൈബ്, അശക്ക് എന്ന് പറഞ്ഞ കാര്യം. ഒരാളുടെ ഹൃദയത്തിൽ സംശയമുണ്ടായാൽ, അഥവാ വിശ്വാസകാര്യങ്ങളെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ ദീനിനെക്കുറിച്ച് വിശ്വസിക്കൽ നിർബന്ധമായ ഒരു മനുഷ്യൻ്റെ ഈമാൻ ശരിയാവാൻ നിർബന്ധമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ച് ഒരാൾക്ക് സംശയമുണ്ടാവുക, റൈബുണ്ടാവുക, ശക്കുണ്ടാവുക എന്നത് അയാളുടെ ഈമാനിൻ്റെ ദുർബലതയാണ് അറിയിക്കുന്നത്. ഒരാളുടെ ഹൃദയത്തിൽ സംശയം, ശക്ക് എന്ന രോഗമുണ്ടായാൽ, യഖീൻ ഇല്ലാതെയായാൽ അയാളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. എത്രത്തോളം എന്നാൽ പണ്ഡിതന്മാർ കുഫറിൻ്റെ, സത്യനിഷേധത്തിൻ്റെ ചില ഇനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ കുഫർ സംഭവിക്കുക പല രൂപത്തിലാണ്. അതിൽപ്പെട്ട ഒരു രൂപമാണ് കുഫ്റു ഷക്ക്, കുഫ്റു റൈബ്, സംശയമുണ്ടാവുക വിശ്വാസകാര്യങ്ങളിൽ, വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ. ചുരുക്കി പറഞ്ഞാൽ ഈമാനിൽ സംശയമുണ്ടാവുക എന്നത് കുഫർ സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അധ്യായം, ഈ തലക്കെട്ട് ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണ്? ഈ റൈബ്, ഷക്ക്, സംശയം എന്ന കാര്യം വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ്. മാത്രമല്ല, ഇതിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യം കൂടുതൽ ഗൗരവത്തിലായി തീരുന്നത് ഈ ഒരു കാര്യം ദീനിൽ നിന്നൊരാളെ പുറത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, വൻപാപങ്ങൾ പല രൂപത്തിലാണ്. ചിലത് ചിലതിനേക്കാൾ ഗുരുതരമായിരിക്കും, ഗൗരവപ്പെട്ടതായിരിക്കും. ചിലത് ദീനിൽ നിന്ന് പുറത്തേക്ക് പോകും, ചിലത് ഇസ്ലാമിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും, പക്ഷേ ഗുരുതരമായ അപകടത്തിലായിരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യമാണ് അർ-റൈബ്, സംശയം എന്നുള്ളത്. ഇത് സഹോദരങ്ങളെ, സംശയമില്ല, ഇത് നമ്മുടെ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗമാണ്. നമ്മുടെ ഹൃദയം ഫസാദായി പോകുന്ന ഒരു കാര്യമാണിത്. ഷെയ്ഖ് റഹിമഹുള്ള ആദ്യമായി പരിശുദ്ധ ഖുർആനിൽ നിന്നും ചില ആയത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബൂ. അൽ ആയ, സൂറത്തുൽ ഹുജറാത്തിലെ 15ാമത്തെ ആയത്താണ്. അല്ലാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂൻ. ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രം എന്നാണ് അർത്ഥം.
തീർച്ചയായും മുഅ്മിനീങ്ങൾ ഇവർ മാത്രമാണ്. ആരാണ്? അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിച്ച ആളുകളാണ്. സുമ്മ ലം യർതാബൂ, എന്നിട്ട് ആ വിശ്വാസത്തിൽ യാതൊരു നിലക്കുമുള്ള സംശയവും ഇല്ലാതിരുന്ന ആളുകളാണ്. അഥവാ ദൃഢവിശ്വാസികളാണ്, ഉറച്ച വിശ്വാസം സ്വീകരിച്ചവരാണ്. അള്ളാഹുവിലുള്ള ഈമാനിലോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള ഈമാനിലോ ഈമാനായി പഠിപ്പിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യങ്ങളിലോ ലം യർതാബൂ, ഒരു നിലക്കുമുള്ള സംശയം ഇല്ലാത്തവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, ഈ ആയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരായത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നോക്കൂ, ഇവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. അഥവാ സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിൽ ഒരു നിലക്കുമുള്ള ശക്കുണ്ടാവാൻ പാടില്ല, സംശയമുണ്ടാവാൻ പാടില്ല. അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അതൊരാൾ ചോദിക്കപ്പെട്ടാൽ അതിന് അങ്ങനെയും ഇങ്ങനെയും സാധ്യതയുണ്ട് എന്ന് പറയാൻ പാടുള്ളതല്ല. പരലോകത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടാൽ പരലോകമുണ്ട് എന്ന് പറയപ്പെടുന്നു എന്നല്ല. അതുപോലെ മലക്കുകളിലുള്ള ഈമാൻ, അങ്ങനെ ഗൈബിയായി നമ്മൾ കാണാത്ത അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഖുർആനിലോ സുന്നത്തിലോ വന്ന വിശ്വാസ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ, അതല്ലെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസ കാര്യങ്ങളിൽ സംശയമുണ്ടാവുക എന്നത് ഈമാനിൻ്റെ അടയാളമല്ല, മറിച്ച് ഈമാൻ പൊളിച്ചു കളയുന്ന കാര്യമാണ്. അള്ളാഹു പറഞ്ഞില്ലേ, വമൻ യക്ഫുർ ബിൽ ഈമാനി ഫഖദ് ഹബിത അമലുഹു. ആരാണോ ഈമാനിൽ അവിശ്വസിച്ചത്, ദൃഢവിശ്വാസമില്ലാതിരുന്നത്, ഈമാനിൻ്റെ കാര്യത്തിൽ സംശയമുണ്ടായത്, അവരുടെ അമലുകൾ പൊളിഞ്ഞുപോയിരിക്കുന്നു. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അത്തരം ആളുകൾ പരലോകത്ത് നഷ്ടക്കാരുടെ, നരകക്കാരുടെ കൂട്ടത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ നിങ്ങൾ, ഹദീസിൽ കാണാം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് ലാ യൽഖല്ലാഹ ബിഹിമാ അബ്ദുൻ ഗൈറ ശാക്കിൻ ഫീഹിമാ ഇല്ലാ ദഖലൽ ജന്ന. പരിശുദ്ധ ഖുർആനിലെ നമ്മൾ ഈ ശൈഖ് ഇവിടെ കൊണ്ടുവന്ന ആയത്തിൽ ലം യർതാബു എന്ന് പറഞ്ഞില്ലേ, ആ ആശയം വിവരിക്കുന്ന ഒരു ഹദീസാണിത്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നും ഞാൻ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കുകയും എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാത്ത രൂപത്തിൽ കണ്ടുമുട്ടുകയും ചെയ്തവനാരോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. ആയത്തിൻ്റെ അതേ അർത്ഥമാണ്. ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും ഇവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, അവരെങ്ങനെയുള്ളവരാണ്? അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വാസമുള്ളവരാണ്. സുമ്മ ലം യർതാബു, പിന്നീട് ആ വിഷയത്തിൽ ഒരു സംശയവും ഇല്ലാത്തവരാണ്. അഥവാ വിശ്വാസത്തിൽ യഖീനുള്ളവരായിരിക്കണം സഹോദരങ്ങളെ. നമ്മൾ വിശ്വാസത്തിലുള്ള യഖീനിൽ ഒരു നിലക്കും നമുക്കൊരു പതറിച്ച, ഒരു പാളിച്ച ഉണ്ടാവാൻ പാടുള്ളതല്ല. രണ്ടാമതായി ഷെയ്ഖ് റഹിമഹുല്ലാ സൂറത്തുൽ ബഖറയിലെ ആയത്തുകൾ കൊണ്ടുവന്നു. വഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞ ആയത്തുകളാണിത്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ. അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്, അള്ളാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്നവരാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, നബിയെ ആ മുഅ്മിനുകൾ, ഈമാനുള്ള ആളുകൾ, അവർ താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിച്ചവരാണ്.
വമാ ഉൻസില മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വാസമുള്ളവരാണ്. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർ അന്ത്യനാളിൽ പരലോകത്തെക്കുറിച്ച് ദൃഢവിശ്വാസമുള്ളവരാണ്. ആ ഭാഗമാണ് നമ്മുടെ തലക്കെട്ടുമായി ബന്ധപ്പെട്ട ഭാഗം. അഥവാ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അഥവാ അവർ ആഖിറത്തിൽ യഖീനുള്ളവരാണ്. യഖീനിൻ്റെ നേർവിപരീതമാണ് നമ്മൾ ഈ തലക്കെട്ടിൽ പറഞ്ഞ അറൈബ്, അശക്ക് എന്നുള്ളത്. അപ്പോൾ മുഅ്മിനീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണ് അവർ യഖീനുള്ളവരാണ്. റൈബോ ഷക്കോ ഒരു നിലക്കും മനസ്സിൽ കയറിക്കൂടാത്തവരാണ് മുഅ്മിനീങ്ങൾ. അൽ യഖീൻ എന്ന് പറഞ്ഞാൽ ദൃഢത, ഉറച്ച വിശ്വാസം, ദൃഢവിശ്വാസം എന്നൊക്കെ അതിന് മലയാളത്തിൽ നമ്മൾ അർത്ഥം പറയാറുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, അൽ യഖീനു ഹുവ കമാലുൽ ഇൽമി വൻതിഫാഉർ റൈബി. യഖീൻ എന്ന് പറഞ്ഞാൽ പരിപൂർണമായ അറിവാണ്. ഒരു കാര്യത്തെക്കുറിച്ച് പരിപൂർണമായ അറിവുണ്ടായിരിക്കുക. അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ റസൂലിനെ കുറിച്ചും പരിപൂർണമായ യഥാർത്ഥ അറിവ് വന്നു കിട്ടുകയും പിന്നീട് അതിൽ ഒരു നിലക്കുമുള്ള ശക്ക് കലരാതിരിക്കുകയും ചെയ്യുക. അതാണ് അൽ യഖീൻ എന്ന് പറഞ്ഞാൽ. അറിവിൻ്റെ പൂർത്തീകരണം, അറിവിൻ്റെ പരിപൂർണത, സംശയം എന്ന ഒരു കാര്യത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലാതിരിക്കുക. അതാണ് സഹോദരങ്ങളെ അൽ യഖീൻ. അതാണ് അള്ളാഹു മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞത്, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം. അത്തരക്കാർ, അക്കൂട്ടർ അഥവാ ഈ പറഞ്ഞ മുഅ്മിനീങ്ങൾ, യഖീനുള്ളവർ, ദൃഢവിശ്വാസമുള്ളവർ, അവരാണ് തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഹുദ ലഭിച്ച ആളുകൾ. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയിച്ച ആളുകൾ. അപ്പോൾ നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ അടയാളത്തിൽപ്പെട്ട കാര്യമായി കൊണ്ട് പറഞ്ഞു, അവർ ഉറച്ച വിശ്വാസമുള്ളവരാണ്. സഹോദരങ്ങളെ, ഏതൊക്കെ ആശയക്കുഴപ്പങ്ങൾ മനസ്സിലേക്ക് കയറി വന്നാലും നമ്മുടെ യഖീൻ പൊളിഞ്ഞു പോകരുത്. അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ ദീനിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പലരും പറയാറുണ്ട്. എന്തെങ്കിലും വാറോലകൾ കേൾക്കുമ്പോൾ, ഏതെങ്കിലും മതനിഷേധിയുടെ, നിരീശ്വരവാദിയുടെ വല്ല ആശയക്കുഴപ്പവും കേൾക്കുമ്പോൾ നമ്മൾ പഠിച്ച ഉസൂലുകൾ, അടിസ്ഥാനങ്ങൾ നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ആ ദൃഢവിശ്വാസത്തിൽ വിള്ളൽ വന്നു പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ നോക്കൂ, ചെറിയ പ്രായത്തിൽ ഈമാനിൻ്റെ 6 അടിസ്ഥാനങ്ങൾ നമ്മൾ ചൊല്ലിപ്പഠിക്കുന്നു. 6 ഈമാൻ കാര്യങ്ങൾ പഠിക്കുന്നു. ആ ഈമാൻ കാര്യങ്ങൾ എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറകളാണ്. അതിൻ്റെ കീഴിലാണ് മറ്റുള്ള വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനെതിരായി, ഖുർആനിനും സുന്നത്തിനും എതിരായി ഏതെങ്കിലും മതനിഷേധികൾ വല്ലതും പടച്ചുവിട്ടാൽ അങ്ങനെ ഉണ്ടാവോ, അങ്ങനെ ആയിരിക്കോ എന്ന ഒരു ശക്ക് നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയാൽ നമ്മുടെ ഈമാൻ പൊളിഞ്ഞു പോകും. അതോടുകൂടി നമ്മുടെ വിശ്വാസത്തിൽ വിള്ളൽ വന്നു പോകും. ആ സംശയം, ആ ശക്ക്, ആ റൈബ് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. ആ ശക്ക് ദീനിൽ നിന്ന് നമ്മെ പുറത്തേക്ക് കൊണ്ടുപോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറ തുടങ്ങുന്നത് മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതിലാണ് അള്ളാഹു ഈ പറഞ്ഞത്, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർ അന്ത്യനാളിൽ പരലോകത്തെക്കുറിച്ച് ദൃഢവിശ്വാസമുള്ളവരാണ്. അതിന് തൊട്ടു മുന്നേ മുഅ്മിനീങ്ങളുടെ അനേകം വിശേഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. മൂന്നാമതായി ഷെയ്ഖ് റഹിമഹുല്ലാ സൂറത്തുൽ ജാസിയയിലെ ആയത്ത് കൊണ്ടുവന്നു. വഖൗലുഹു തആല, അള്ളാഹു തആല പറഞ്ഞു, വഇദാ ഖീല ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ
വസ്സാഅതു ലാ റൈബ ഫീഹാ ഇലാ ഖൗലിഹി വമാ നഹ്നു ബിമുസ്തൈഖിനീൻ. അല്ലാഹു പറഞ്ഞു വഇദാ ഖീല, അവരോട് പറയപ്പെട്ടാൽ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, തീർച്ചയായും അല്ലാഹുവിൻ്റെ വാഗ്ദാനം അത് ഹക്കാണ്, സത്യമാണ്. വസ്സാഅതു ലാ റൈബ ഫീഹാ, അന്ത്യനാൾ അത് സംഭവിക്കും, യാതൊരു സംശയവും അതിൽ വേണ്ടതില്ല എന്നവരോട് പറയപ്പെട്ടാൽ അവർ പറയും, ഖുൽതും മാ നദ്രി മസ്സാഅതു ഇൻ നദുന്നു ഇല്ലാ ظنًا വമാ നഹ്നു ബിമുസ്തൈഖിനീൻ. അവർ പറയും, നമുക്കറിയില്ല എന്താണ് സാഅത്ത്, എന്താണ് അന്ത്യനാൾ, എന്താണ് ഖിയാമത്ത് നാൾ എന്ന് നമുക്കറിയില്ല. നമ്മൾ ചില ഊഹങ്ങളിലായിരുന്നു, വ്യക്തമായ ദൃഢവിശ്വാസമില്ലാത്ത ചില ഊഹങ്ങളിൽ മാത്രമായിരുന്നു ഞങ്ങൾ എന്ന് കുഫാറുകൾ, നിഷേധികൾ പറയും. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാൾ സംഭവിക്കും, ലാ റൈബ ഫീഹാ, അതിൽ യാതൊരു സംശയവും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ അത് സംഭവിക്കുമെന്നത് ഉറച്ച വിശ്വാസമാണ്. ആ ഉറച്ച വിശ്വാസത്തിൽ ഒരു നിലക്കുള്ള ശക്കും റൈബും കടന്നു വരരുത്. അഥവാ യൗമുൽ ആഖിറുമായി ബന്ധപ്പെട്ട് അനേകം കാര്യങ്ങൾ ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുണ്ട്, പലതും വന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അത് ഹക്കാണ്, സംഭവിക്കും, അത് യാഥാർത്ഥ്യമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കേണ്ടവനാണ് മുഅ്മിൻ. അതിൽ യാതൊരു സംശയവും ഉണ്ടാവാൻ പാടുള്ളതല്ല. നോക്കൂ, ഈ ആളുകളോട് ഒരു സംശയവും വേണ്ടതില്ല, അത് സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ ദൃഢവിശ്വാസമില്ലാത്തവരായിരുന്നു, ഞങ്ങൾ ചില ഊഹങ്ങളിലായിരുന്നു എന്നായിരുന്നു മറുപടി പറഞ്ഞിരുന്നത്. അത് അള്ളാഹുവിനെ നിഷേധിക്കലാണ്, അത് ഈ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. നോക്കൂ, ശേഷമുള്ള ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞതായി കാണാം, വബദാലഹും സയ്യിആതു മാ അമിലു വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ വഖീല അൽയൗമ നൻസാകും കമാ നസീതും ലിഖാഅ യൗമികും ഹാദാ വമഅവാകുമുൻ നാറു വമാ ലക്കും മിൻ നാസിരീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ തിന്മകൾ നിങ്ങൾക്ക് അലങ്കാരമായി തോന്നി, നിങ്ങൾക്കത് നല്ലതായി തോന്നി. മാത്രമല്ല അവർ പരിഹസിക്കുകയാണ്, നിഷേധികളായ ആളുകൾ ഈ പരലോകത്തെക്കുറിച്ച്, ഈമാനിനെക്കുറിച്ച് പറയപ്പെട്ടപ്പോൾ പരിഹാസവാക്കുകളായിരുന്നു പറഞ്ഞിരുന്നത്. അള്ളാഹു അത് അവരോട് ഖിയാമത്ത് നാളിൽ പറയും, നിങ്ങൾ എന്നെ കണ്ടുമുട്ടുമെന്ന കാര്യം, അന്ത്യനാളെന്ന കാര്യം, ഖിയാമത്ത് നാളെന്ന കാര്യം, ഈ അർദുൽ മഹ്ശറും അതുപോലെയുള്ള കാര്യങ്ങളും എപ്രകാരമാണോ മറന്നുകളഞ്ഞത്, അതുപോലെ ഇതാ ഇന്നേ ദിവസം ഞാൻ നിങ്ങളെയും മറന്നുകളയുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കേതമായി നരകമാണുള്ളത്, ആ നരകത്തിൽ നിങ്ങൾക്ക് യാതൊരു സഹായിയും ഇല്ല തന്നെ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ദാലികും ബിഅന്നകും ഇത്തഖൽതും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ദാലികും ബിഅന്നകും ഇത്തഖൽതും ആയാത്തില്ലാഹി ഹുസുവ, തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളി തമാശയാക്കി മാറ്റി. വഗറത്കുമുൽ ഹയാത്തു ദുനിയ, നിങ്ങൾക്ക് ഐഹിക ജീവിതം, ദുനിയാവിലെ നിങ്ങളുടെ ജീവിതം, അത് നിങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്തു. ഫല്യൗമ ലാ യുഖ്റജൂന മിൻഹാ വലാ ഹും യുസ്തഅതബൂൻ, അതുകൊണ്ട് ഈ നരകത്തിൽ നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെടുകയില്ല, നിങ്ങളിവിടെ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ യഖീനില്ലാത്ത, ദൃഢവിശ്വാസമില്ലാത്ത നിഷേധികളായ ആളുകളോട് പറയും എന്ന് ആ ആയത്തിൻ്റെ ബാക്കിയിൽ നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 3 ആയത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല യഖീനിൻ്റെ, ദൃഢവിശ്വാസത്തിൻ്റെ പ്രാധാന്യമാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഷക്കോ റൈബോ അഥവാ സംശയം എന്ന ഒരു കാര്യം ഒരു നിലക്കും നമ്മുടെ മനസ്സിൽ
നമ്മുടെ ഈമാനിൽ കലരാൻ പാടുള്ളതല്ല. അങ്ങനെ കലർന്നാൽ നമ്മുടെ ഈമാനിനെയാണ് അത് ബാധിക്കുക. നമ്മുടെ ഈമാൻ പൊളിഞ്ഞു പോകും. പരലോകത്ത് വലിയ ശിക്ഷക്ക് അത് കാരണമായി തീരും എന്നുള്ളതാണ്. ഈമാനും ശക്കും ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ ചേർന്ന് നിൽക്കുകയില്ല. യഖീൻ എന്നത് ശക്കോടുകൂടി തകർന്നു പോകും. ഒരാൾ ദൃഢവിശ്വാസിയായിരുന്നാൽ ആ ദൃഢവിശ്വാസത്തിൽ ശക്ക്, സംശയം വരലോടുകൂടി യഖീനിനെ അത് പൊളിച്ചു കളയും. അഥവാ ഈ ദീൻ അയാളിൽ നിന്ന് ഊരിയെടുക്കപ്പെടും, നഷ്ടപ്പെട്ടു പോകുമെന്ന് ചുരുക്കം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിൽ, നമ്മുടെ തൗഹീദിൽ, നമ്മുടെ ഈ ദീനിൽ സംശയമില്ലാത്ത രൂപത്തിൽ യഖീനുള്ളവരായിരിക്കണം നാം ഓരോരുത്തരും എന്നതാണ് ഈ ആയത്തുകൾ നമ്മെ അറിയിക്കുന്നത്. ശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ ചില അസറുകൾ ഉദ്ധരിക്കുകയാണ്. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വകാന മുആദുൻ റളിയല്ലാഹു അൻഹു യഖൂലു ഫീ മജ്ലിസിഹി കുല്ല യൗമിൻ ഖല്ലമാ യുഖ്തിഉഹു അല്ലാഹു ഹകമുൻ ഖിസ്തുൻ ഹലകൽ മുർതാബൂൻ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മജ്ലിസുകളിൽ അഥവാ അദ്ദേഹത്തിൻ്റെ ദീനി വിജ്ഞാന സദസ്സുകളിൽ എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ദീനി വിജ്ഞാന സദസ്സുകളിൽ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു: ഖല്ലമാ യുഖ്തിഉഹു, അത് പറയാതെ പോകുന്ന ഒരു ദിവസം വളരെ ചുരുക്കമാണ്. അത് പറയാതെ അദ്ദേഹം എഴുന്നേറ്റ് പോവാറില്ല, അതല്ലെങ്കിൽ മജ്ലിസ് പൂർത്തിയാക്കാറില്ല. എന്താണ് അദ്ദേഹം സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന വാക്ക്? അല്ലാഹു ഹകമുൻ ഖിസ്തുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഹകമാണ്, അഥവാ അവൻ ഹാക്കിമാണ്. അവൻ എല്ലാ കാര്യങ്ങളും വിധിക്കുന്നവനാകുന്നു. അവൻ്റെതാകുന്നു വിധി തീരുമാനങ്ങൾ അള്ളാഹുവിൻ്റെതാണ്. അത് പ്രാപഞ്ചിക തീരുമാനങ്ങളാവട്ടെ, നിയമങ്ങളാവട്ടെ, മതപരമായ ശർഈയായ തീരുമാനങ്ങളാവട്ടെ, പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാവട്ടെ, വിധിയാവട്ടെ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അവനാണ് അൽ ഹകം. അവനല്ലാത്ത ഒരാളും വിധിക്കാനില്ല. അവൻ്റെ വിധിയാണ് എല്ലാം. ഖിസ്തുൻ, അവൻ്റെ ആ വിധിയാവട്ടെ നീതിപൂർണമാണ്. ഒരനീതിയും ഒരു നിലക്കും അള്ളാഹുവിൻ്റെ വിധിയിൽ ഉണ്ടാവുകയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതാണ് നമ്മുടെ തലക്കെട്ടുമായി ബന്ധപ്പെട്ട ഭാഗം, ഹലകൽ മുർതാബൂൻ, സംശയാലുക്കളായ ആളുകൾ നശിച്ചു പോയിരിക്കുന്നു. അള്ളാഹു അൽ ഹക്കമാണ്. അവൻ്റെ പ്രാപഞ്ചിക വിധികളുണ്ട്. അഥവാ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങൾ, ആ തീരുമാനങ്ങൾ നേരത്തെ കഴിഞ്ഞുപോയിട്ടുണ്ട്. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുന്നേ അള്ളാഹു തആല ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞുപോയിട്ടുണ്ട്, കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. അത് യുക്തിപൂർണമായ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതിൽ ഒരു നിലക്കുമുള്ള അനീതിയില്ല. ഇനി അള്ളാഹുവിൻ്റെ മതപരമായ നിയമങ്ങൾ, ശർഈയായ നിയമങ്ങൾ, അതും അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് തീരുമാനിക്കുന്നത്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ശരീഅത്ത് ഉണ്ടാക്കാൻ അവകാശമില്ല. ആ ശരീഅത്തും നീതിപൂർണമാണ്. അതുപോലെ അള്ളാഹു പരലോകത്ത് പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട്. പരലോകത്ത് രക്ഷാശിക്ഷകൾ, ഒന്നല്ലെങ്കിൽ സ്വർഗം, അതല്ലെങ്കിൽ നരകം, ഒന്നല്ലെങ്കിൽ സുഖം, അല്ലെങ്കിൽ ശിക്ഷ. ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ പ്രതിഫലം അതും അള്ളാഹു തീരുമാനിച്ചതാണ്, അതും നീതിപൂർണമാണ്. ഒരാൾക്ക് സ്വർഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ നീതിയാണ്. ഒരാൾക്ക് നരകമാണ് കിട്ടിയത് എങ്കിൽ അതും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നീതിയാണ്.
ഇങ്ങനെ അള്ളാഹുവാണ് അൽ ഹക്കം, അവനാണ് വിധികർത്താവ്, അവൻ്റെതാണ് സർവവിധിയും, അവൻ വിധിക്കുന്ന വിധി ഖിസ്തുൻ നീതിപൂർണവുമാണ്. ഹലക്കൽ മുർതാബൂൻ, ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും വല്ല സംശയവുമുണ്ടെങ്കിൽ, അങ്ങനെ സംശയമുണ്ടായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നശിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, ഈ അസറിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഗുണപാഠം എന്താണ്? അള്ളാഹുവിൻ്റെ വിധിയിൽ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ ഒരു നിലക്കും സംശയമുണ്ടാവാൻ പാടുള്ളതല്ല. സൃഷ്ടികളുടെ വിധി തീരുമാനങ്ങൾ പോലെയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങൾ ഖിസ്തുൻ നീതിപൂർണമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങളിൽ ഒരു ശക്കും ഒരു റൈബും ഉണ്ടാവാൻ പാടില്ല. എന്തിനാ അള്ളാഹു അങ്ങനെ തീരുമാനിച്ചത്? അള്ളാഹു എന്താ ഇങ്ങനെ തീരുമാനിച്ചത്? അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ ആവാമായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ ആയില്ല. അത് ആ രൂപത്തിലാണെങ്കിൽ, ഇത് ഈ രൂപത്തിലാണെങ്കിൽ എന്നിങ്ങനെയുള്ള സംശയം ജനിപ്പിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ, വാക്കുകൾ നമുക്കുണ്ടാവാൻ പാടുള്ളതല്ല. നോക്കൂ, സഹാബി പറയുകയാണ്, ഹലകൽ മുർതാബൂൻ, അത്തരത്തിൽ സംശയാലുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ നശിച്ചു പോയിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെക്കുറിച്ച്, അന്ത്യനാളിനെക്കുറിച്ച്, മലക്കുകളെക്കുറിച്ച്, നബിമാരെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കിതാബുകളെക്കുറിച്ച്, ഖദറിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ ഖദറിനെ കുറിച്ച്, ഇങ്ങനെ ഈമാനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ സഹോദരങ്ങളെ, അതിലൊന്നും ഒരു സംശയവും നമുക്കുണ്ടാവാൻ പാടുള്ളതല്ല. അങ്ങനെ സംശയമുണ്ടായാൽ ഹലക, നശിച്ചിരിക്കുന്നു. അൽ ഹലാക്ക് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു, ഇവിടെ കുഫർ എന്നാണ് ഉദ്ദേശം. അഥവാ ഹലകൽ മുർതാബൂൻ എന്ന് പറഞ്ഞാൽ സംശയാലുക്കൾ നശിച്ചിരിക്കുന്നു, അവർ ദീനിൽ നിന്നും പുറത്തു പോയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ സംശയം എന്ന കാര്യം, ഷക്ക് റൈബ് എന്ന കാര്യം സഹോദരങ്ങളെ വൻപാപങ്ങളിൽപ്പെട്ടതാണ്. ആ വൻപാപമാവട്ടെ സാധാരണ ഒരു തിന്മ പോലെയല്ല, നമ്മുടെ ഈമാൻ പൊളിച്ചു കളയുന്ന, നമ്മുടെ അമലുകൾ നശിപ്പിച്ചു കളയുന്ന, പരലോകത്ത് നരകം ലഭിക്കാൻ കാരണമാകുന്ന തിന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അടുത്തതായി അദ്ദേഹം അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ചില വാക്കുകൾ ഉദ്ധരിക്കുന്നു. വഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്ന മിനൽ യഖീനി അല്ലാ തുർദിയ അഹദൻ ബിസഖത്തില്ലാഹ് വലാ തഹ്മദ അഹദൻ അലാ മാ ആതാക അല്ലാഹ് വലാ തലൂമ അഹദൻ അലാ മാ ലം യുഅതിക അല്ലാഹ് വഇന്ന അല്ലാഹ ബിഇൽമിഹി വഖിസ്തിഹി ജഅല الروح والفرح في اليقين وجعل الهم والحزن في الشك والسخط وإن رزق الله لا يجره حرص حريص ولا يرده كراهية كاره. സഹോദരങ്ങളെ, വളരെ മഹത്തായ ചില പാഠങ്ങളാണ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി പറഞ്ഞിട്ടുള്ളത്. ഇന്ന മിനൽ യഖീൻ, തീർച്ചയായും യഖീനിൽപ്പെട്ടതാണ്, ഒരാളുടെ ദൃഢവിശ്വാസത്തിൽപ്പെട്ടതാണ്, അല്ലാ തുർദിയ അഹദൻ ബിസഖത്തില്ലാ, അള്ളാഹുവിൻ്റെ കോപം ഏറ്റുവാങ്ങിക്കൊണ്ട്, അള്ളാഹുവിനെ കോപിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ, ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത്. അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന പണിയെടുക്കുക, എന്നാൽ ആ പണി ജനങ്ങൾക്കെന്താണ്? തൃപ്തികരമാണ്. ആളുകളെ പ്രീതിപ്പെടുത്താൻ അള്ളാഹുവിനെ വെറുപ്പിച്ചുകൊണ്ട് വല്ലതും ചെയ്യുക എന്നുള്ളത് യഖീനിന് വിരുദ്ധമാണ്. മറിച്ച് യഖീൻ എന്ന് പറഞ്ഞാൽ, ദൃഢവിശ്വാസമെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് കോപമുണ്ടാക്കിക്കൊണ്ട് ഒരാളെയും നീ തൃപ്തിപ്പെടുത്താൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇത് വലിയ കാര്യമാണ്.
അള്ളാഹുവിൻ്റെ കോപം ഏറ്റുവാങ്ങിക്കൊണ്ട് ആളുകളെ തൃപ്തിപ്പെടുത്തുക എന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ്? യഖീൻ ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം അള്ളാഹു പറഞ്ഞു, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ. അള്ളാഹു റബ്ബുൽ ആലമീൻ ജനങ്ങൾക്ക് അവൻ്റെ കാരുണ്യത്തിൽ നിന്നും തുറന്നു കൊടുക്കുകയാണെങ്കിൽ അത് പിടിച്ചു വെക്കാൻ ഒരാളും തന്നെ ഇല്ല. വമാ യുംസിക്, അള്ളാഹു വല്ലതും പിടിച്ചു വച്ചാൽ ഫലാ മുർസില ലഹു മിൻ ബഅദിഹി, അതിനുശേഷം അതിനെ അയച്ചുവിടാൻ ഒരാളും തന്നെ ഇല്ല. വഹുവൽ അസീസുൽ ഹക്കീം, അള്ളാഹു അൽ അസീസാണ്, പ്രതാപിയാണ്, അൽ ഹക്കീം യുക്തിപൂർണനാണ്. ആളുകളെ പ്രീതിപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ കോപം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരിക്കലും പാടില്ല. കാരണം ജനങ്ങളെ എന്തിനാണോ നമ്മൾ തൃപ്തിപ്പെടുത്തുന്നത്, അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ അത് നമുക്ക് കിട്ടുകയുള്ളൂ. അള്ളാഹുവിൻ്റെ കോപം ഏറ്റുവാങ്ങിക്കൊണ്ട് ആളുകളുടെ കയ്യടിയും ആളുകളുടെ പ്രോത്സാഹനവും മറ്റുള്ള ആളുകളുടെ സന്തോഷവും പിടിച്ചു വാങ്ങുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ആയത്തുകളിലുള്ള യഖീനിൻ്റെ കുറവാണ്, അതല്ലെങ്കിൽ യഖീൻ ഇല്ലായ്മയാണ്. മറിച്ച് ഉറച്ച വിശ്വാസമുണ്ടോ ഒരു മുഅ്മിൻ അള്ളാഹുവിനെ മാത്രമാണ് തൃപ്തിപ്പെടുത്തുക. ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എതിരായാലും അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന ഒരു കാര്യവും യഖീനുള്ള ദൃഢവിശ്വാസമുള്ള ഒരു മുഅ്മിൻ പറയുകയില്ല, ചെയ്യുകയില്ല, ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് യഖീനില്ലാതിരുന്നാൽ സംശയവും ആശയക്കുഴപ്പവും അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് മനസ്സിൽ കടന്നുകൂടിയത് എങ്കിൽ അള്ളാഹുവിൻ്റെ കോപം അത്തരം ആളുകൾക്ക് പ്രശ്നമുണ്ടാവുകയില്ല. താൽക്കാലികമായ നൈമിഷികമായ ചില സുഖങ്ങളും സൗകര്യങ്ങളും അധികാരവും അങ്ങനെയുള്ള കാര്യങ്ങളുമായിരിക്കും അവർക്ക് പ്രാധാന്യം. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇന്ന മിനൽ യഖീൻ, തീർച്ചയായും യഖീനിൽപ്പെട്ടതാണ് അല്ലാ തുർദിയ അഹദൻ, നീ ഒരാളെയും തൃപ്തിപ്പെടുത്താൻ പാടുള്ളതല്ല, ബിസഖത്തില്ല, അള്ളാഹുവിൻ്റെ കോപം ഏറ്റുവാങ്ങിക്കൊണ്ട്. വലാ തഹ്മദ അഹദൻ അലാ മാ ആതാക അല്ലാഹ്, നീ ഒരാളെയും സ്തുതിക്കാൻ പാടുള്ളതല്ല, അലാ മാ ആതാക അല്ലാഹ്, അള്ളാഹു നിനക്ക് വല്ലതും നൽകിയിട്ടുണ്ടെങ്കിൽ. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് വല്ലതും നൽകിയിട്ടുണ്ടെങ്കിൽ അതാദ്യമായും അവസാനമായും അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. നമുക്ക് ദുനിയാവിൽ എന്ത് അനുഗ്രഹം വന്നു കിട്ടിയാലും വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് എന്തൊരു അനുഗ്രഹം വന്നു കിട്ടിയിട്ടുണ്ടോ അതൊക്കെ അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക്, അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾക്ക് മറ്റുള്ള സൃഷ്ടികൾക്ക് സ്തുതി പറയുക എന്നത് ഒരിക്കലും പാടില്ലാത്തതാണ്. മറിച്ച് അൽഹംദുലില്ലാ എന്നാണ് ഒരു മുഅ്മിൻ പറയേണ്ടത്. അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അങ്ങനെ അള്ളാഹുവിനെ സ്തുതിക്കാനും അള്ളാഹുവിന് നന്ദി പറയാനുമാണ് ഒരു മുഅ്മിൻ ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ അള്ളാഹുവിൻ്റെ വല്ല അനുഗ്രഹവും വന്നു കിട്ടിയാൽ ജനങ്ങൾക്ക് സ്തുതി പറയുന്ന, ജനങ്ങൾക്ക് സ്തുതി പാടുന്ന ഒരു അവസ്ഥയിൽ നീ എത്തിച്ചേരരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വലാ തലൂമ അഹദൻ അലാ മാ ലം യുഅ്തിക അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വല്ലതും തരാതിരുന്നാൽ നീ ഒരാളെയും ആക്ഷേപിക്കുകയും ചെയ്യരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് നൽകിയിട്ടില്ല എങ്കിൽ നമുക്ക് വന്നു കിട്ടാത്ത വല്ല നന്മയുടെയും പേരിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുക എന്നത് ഒരിക്കലും പാടുള്ളതല്ല. വഇന്നല്ലാഹ ബിഇൽമിഹി വഖിസ്തിഹി, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അറിവിൻ്റെയും അവൻ്റെ നീതിയുടെയും സഹോദരങ്ങളെ, വലാ തലൂമ അഹദൻ അലാ മാ ലം യുഅ്തിക അല്ലാഹ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, വലാ തലൂമ അഹദൻ അലാ മാ ലം യുഅ്തിക അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വല്ലതും നൽകിയിട്ടില്ല എങ്കിൽ നീ ഒരാളെയും ആക്ഷേപിക്കരുത്. അഥവാ പണ്ഡിതന്മാർ പറഞ്ഞു,
നീ ഒരാളോട് വല്ലതും ചോദിച്ചു, എന്നിട്ട് നിനക്കത് കിട്ടിയില്ല, അഥവാ അയാൾ നിനക്കത് നൽകിയില്ല എങ്കിൽ നീ മനസ്സിലാക്കുക, അള്ളാഹു റബ്ബുൽ ആലമീൻ നിനക്കത് വിധിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ ഖദറിൽ നിനക്കത് കിട്ടണം എന്ന വിധിയില്ല എന്ന് നീ മനസ്സിലാക്കുക, എന്ന് നീ ഉറച്ചു വിശ്വസിക്കുക. നീ യഖീനുള്ളവനാവുക. അതല്ലാതെ അതിൻ്റെ പേരിൽ ആളുകളെ ആക്ഷേപിക്കുന്ന ഒരാളായി നീ മാറരുത്. വഇന്നല്ലാഹ ബിഇൽമിഹി വഖിസ്തിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അറിവുകൊണ്ടും അവൻ്റെ നീതി കൊണ്ടും, അഥവാ അവൻ എല്ലാം അറിയുന്നവനാണ്, എന്തൊക്കെ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതും എല്ലാം അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അവൻ്റെ മുൻകൂട്ടിയുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലും വഖിസ്തിഹി, ഒരു നിലക്കും ഒരു അതിക്രമവും ചെയ്യാത്ത അവൻ്റെ നീതിയുടെ അടിസ്ഥാനത്തിലും ജഅല റൗഹ വൽ ഫറഹ ഫിൽ യഖീൻ, സന്തോഷവും സമാധാനവും ആഹ്ലാദവും ആശ്വാസവുമൊക്കെ അള്ളാഹു ദൃഢവിശ്വാസത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, മനസ്സിന് സമാധാനവും ആശ്വാസവും സന്തോഷവും ഒക്കെ ലഭിക്കണമെങ്കിൽ യഖീനുള്ളവനായി തീരണം എന്നാണ് ആ പറഞ്ഞത്. വജഅലൽ ഹമ്മ വൽ ഹസന ഫിശ്ശക്കി വസ്സുഖ്ത്, അല്ലാഹു സുബ്ഹാനഹു വതആല ദുഃഖവും സങ്കടവും പ്രയാസവും മനോവിഷമവും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ളത് സംശയത്തിലും അതുപോലെ അള്ളാഹുവിൻ്റെ വിധിയിൽ കീഴൊതുങ്ങാതെ അതിനോട് കോപിക്കുകയും ചെയ്യുന്നതിലാണ് എന്ന് പറഞ്ഞാൽ, ഈ ഭാഗമാണ് നമ്മുടെ തലക്കെട്ടുമായി ബന്ധപ്പെട്ട ഭാഗം. സന്തോഷമുണ്ടാകുന്നത്, സമാധാനമുണ്ടാകുന്നത്, ആശ്വാസമുണ്ടാകുന്നത്, ജീവിതം വിശിഷ്ടമായി തീരുന്നത് യഖീനിലൂടെയാണ്. അള്ളാഹു പറഞ്ഞില്ലേ, മൻ ആമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, ആണാവട്ടെ പെണ്ണാവട്ടെ ആരാണോ മുഅ്മിനായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവനെ നാം വിശിഷ്ടമായ ജീവിതം ജീവിപ്പിക്കും. അഥവാ തഫ്സീറുകളിൽ ധാരാളം വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഹൃദയ വിശാലത, സന്തോഷം, സമാധാനം, ആഹ്ലാദം, ആശ്വാസം എന്നതൊക്കെ. എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ധന്യത, മനസ്സിൻ്റെ സന്തോഷം, മനസ്സിൻ്റെ സമാധാനം, സമ്പത്തോ അതല്ലെങ്കിൽ ഭൗതിക വിഭവങ്ങളോ ഇല്ലെങ്കിലും ശരി, ഒരുപാട് സമ്പത്തോ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ശരി, ഒരാൾ അങ്ങേയറ്റം ദരിദ്രനാണ് എങ്കിലും മുഅ്മിനായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവനാണോ, അള്ളാഹു വിശിഷ്ടമായ ജീവിതം ജീവിപ്പിക്കും. അഥവാ വിശിഷ്ടമായ ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷവും സമാധാനവും ഒക്കെ അള്ളാഹു നൽകും. എപ്പോഴാണ് അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് ഒരു അടിമ എത്തുക? അയാളുടെ വിശ്വാസം ദൃഢമായാലാണ്. ഏത് വിധി അള്ളാഹു വിധിച്ചാലും, ഏത് തീരുമാനങ്ങൾ അള്ളാഹു അയാളുടെ കാര്യത്തിലെടുത്താലും, എന്തൊക്കെ സന്തോഷമുണ്ടാവട്ടെ മുസീബത്തുണ്ടാവട്ടെ, ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നോ അതിനൊക്കെ അയാൾ കീഴൊതുങ്ങും, അതിലൊക്കെ അയാൾ യഖീനുള്ളവനായിരിക്കും. നേരത്തെ നമ്മൾ തുടക്കത്തിൽ വായിച്ചില്ലേ, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിക്കും. അള്ളാഹു വല്ലതും നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് സ്തുതി പറയും. അള്ളാഹു വല്ലതും നൽകിയിട്ടില്ലെങ്കിൽ ആളുകളെ ആക്ഷേപിക്കുക എന്ന കാര്യം ചെയ്യുകയില്ല. ഇങ്ങനെ അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങളിൽ ദൃഢതയുള്ള യഖീനുള്ളവനായിരിക്കും അയാൾ. അങ്ങനെയുള്ള ആൾക്കാണ് അള്ളാഹു സന്തോഷവും സമാധാനവും നിശ്ചയിച്ചിട്ടുള്ളത്. നേരെ തിരിച്ച് സംശയവും കോപവുമാണ് അള്ളാഹുവിൻ്റെ ഖദറിന് കീഴൊതുങ്ങാതെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അള്ളാഹുവിനെ പഴി പറയുന്ന, ദീനിനെ നിഷേധിക്കുന്ന, ആ രൂപത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്കാണ് ഹമ്മും ഹസനും
അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അഥവാ മനപ്രയാസം, വിഷമം, ദുഃഖം, സങ്കടം, വിഷാദം തുടങ്ങി ജീവിതത്തിൽ സമാധാനമില്ലായ്മ ഉണ്ടാവുക ദൃഢവിശ്വാസമില്ലാത്ത ആളുകൾക്കാണ്, ഈമാൻ ശരിയാവാത്ത ആളുകൾക്കാണ്, തൗഹീദ് ശരിയാവാത്ത ആളുകൾക്കാണ്. അത് അള്ളാഹുവിൻ്റെ നീതിയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ നീതിപൂർണമായിട്ടുള്ള അവൻ്റെ തീരുമാനമാണത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഇന്ന റിസ്ഖല്ലാഹി ലാ യജുറുഹു ഹിർസു ഹരീസ്. എത്ര പരിശ്രമിക്കുന്ന പരിശ്രമകാരിയായാലും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടോ അതേ കിട്ടുകയുള്ളൂ. എത്ര മുന്നിൽ ഓടിയിട്ടും കാര്യമില്ല. അള്ളാഹു അയാൾ എത്തണം എന്ന് വിചാരിച്ചിടത്ത് അയാൾ എത്തുള്ളൂ. എത്ര കുന്നുകൂട്ടണമെന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു അയാൾക്ക് നിശ്ചയിച്ച ഉപജീവനം എന്തോ അതേ അയാൾക്ക് കിട്ടുകയുള്ളൂ. ഒരാളുടെയും അമിതമായ പരിശ്രമം കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചതിനപ്പുറത്തേക്കുള്ള ഒരു റിസ്ക്, ഒരു ഉപജീവനം ഒരാൾക്കും കിട്ടുകയില്ല. വലാ യറുദ്ദുഹു കറാഹിയതു കാരിഹ്. ഒരാളുടെ അനിഷ്ടം കൊണ്ട് അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങൾ തടുക്കപ്പെടുകയും ചെയ്യുകയില്ല. ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിച്ച് അയാളുടെ ജീവിതത്തിൽ അള്ളാഹു തീരുമാനിച്ചത് സംഭവിക്കാതിരിക്കുകയും ഇല്ല. ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്ക് സഹോദരങ്ങളെ, യഖീൻ, ദൃഢത എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി നൽകുന്നു. സംശയവും അതുപോലെ അള്ളാഹുവിൻ്റെ ഖദറിന് കീഴൊതുങ്ങാത്ത ഒരവസ്ഥയുമാണെങ്കിൽ ജീവിതം പരാജയപ്പെട്ടു പോകും. നേരെ മറിച്ച് യഖീനുണ്ടോ, ഉറച്ച വിശ്വാസമുണ്ടോ, ജീവിതം സന്തോഷത്തിലായി തീരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷം 1-2 അസറും ഹദീസും കൂടിയുണ്ട്. ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വരെ യഖീനുള്ള യഥാർത്ഥ ദൃഢവിശ്വാസികളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.